കഴിഞ്ഞ ദിവസമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ കാസർഗോഡ് ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി നടി അമല പോളായിരുന്നു എത്തിയത്. ചടങ്ങിന് വിശിഷ്ടാതിഥികളായി നടി മോളി കണ്ണമാലിയും ബിൽഗേറ്റ്സിന് ചായ നൽകി പ്രശസ്തനായ ഇൻഫ്ലുവൻ ഡോളി ചായവാലയും ഉണ്ടായിരുന്നു. ഉദ്ഘാടന ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തു. അതിഥികൾക്കൊപ്പം ബോബി ചെമ്മണ്ണൂർ നൃത്തം ചെയ്യുന്നതും ആഘോഷിക്കുന്നതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വീഡിയോയായി വന്നിരുന്നു. നടി ഹണി റോസ് നൽകിയ കേസിൽ അറസ്റ്റിലായതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന രണ്ടാമത്തെ ഉദ്ഘാടന പരിപാടിയാണിത്. ആദ്യത്തെ ഉദ്ഘാടനത്തിന് കുംഭമേള വൈറൽ താരം മോനി ബോസ്ലെയായിരുന്നു ഉദ്ഘാടനത്തിന് എത്തിയിരുന്നത്. ലക്ഷങ്ങൾ പ്രതിഫലമായി നൽകിയിട്ടായിരുന്നു മോനിയെ കൊണ്ട് കോഴിക്കോട് ആരംഭിച്ച പുതിയ ഷോറൂം ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. നിരവധി പേരായിരുന്നു അന്ന് ബോബി ചെമ്മണ്ണൂരിന് കയ്യടിയുമായി എത്തിയത്. അതേസമയം അന്നും ഹണി റോസിന് കമന്റുകളുമായി നിരവധി പേരെത്തിയിരുന്നു. അന്ന് മോനിയെ ബോബി ചടങ്ങിനെത്തിച്ചപ്പോൾ കടുത്ത സൈബർ ആക്രമണം നേരിട്ടത് ഹണി റോസ് തന്നെയായിരുന്നു. ഹണി റോസിനുള്ള മറുപടിയാണ് ഇത് എന്ന തരത്തിലായിരുന്നു ആക്ഷേപം. ഇപ്പോൾ അമല പോൾ കാസർഗോഡ് എത്തിയപ്പോഴും കമന്റ് ബോക്സിൽ ഹണി റോസിനെ പരാമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് നിറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ അമല പോൾ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെയാണ് കമന്റുകൾ നിറയുന്നത്. ഇതൊക്കെ കണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? റോസിന് കൊടുത്ത 8ന്റെ പണി. അങ്ങനെ ബോച്ചെ അമല പോളിനെ ഇറക്കി. ഇങ്ങനെ പോകുന്നു കമന്റുകൾ. ഹണി റോസിനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളും വീഡിയോകളും ഈ വീഡിയോയ്ക്ക് താഴെ ഉയരുന്നുണ്ടായിരുന്നു. അതേസമയം നടിക്കെതിരായ അധിക്ഷേപത്തിന് ചുട്ട ഭാഷയിൽ തന്നെ അവരുടെ ആരാധകർ മറുപടി നൽകുന്നുണ്ട്. അവർ തരിച്ചു പോരാടി വിജയിച്ച വ്യക്തിയാണ്. പണം കൊണ്ട് ഒരു സ്ത്രീയുടെ അന്തസ്സില്ലാതാക്കാമെന്ന കരുതുന്ന പണക്കാർക്കെതിരെ ധൈര്യത്തോடு നിന്ന് പോരാടി മറ്റ് സ്ത്രീകൾക്ക് ധൈര്യം നൽകിയവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടനങ്ങളൊന്നും അവരെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. നിങ്ങളൊക്കെ അടങ്ങൂ സഹോദര എന്നാണ് ആരാധകരിൽ ഒരാൾ കുറിച്ചത്. അതേസമയം ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടന പരിപാടികൾക്ക് മറ്റ് നടിമാരെ കൊണ്ടുവരുന്നത് തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന് മുൻപ് ഹണി റോസും വ്യക്തമാക്കിയിരുന്നു. ഇത്തരം കമന്റുകളൊന്നും താൻ ശ്രദ്ധിക്കാറില്ലെന്ന് അന്ന് ഹണി റോസ് വ്യക്തമാക്കിയിരുന്നു. അവരുടെ ബിസിനസ്സും ജോലിയും മറ്റെന്ത് കാര്യങ്ങളും അത് അവരുടെ മാത്രം തീരുമാനങ്ങളാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും ഇതിലൊക്കെ എങ്ങനെയാണ് താൻ ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നും അന്ന് ഹണി റോസ് പറഞ്ഞിരുന്നു.